അരച്ച ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിന് ആദ്യം ആസ് യൂഷ്വൽ തേങ്ങ കുട്ടി 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 പീസസ് ആക്കിയിട്ട് അതിനെ ഒരു സ്റ്റിക്കിലേക്ക് ഇങ്ങനെ 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 കയറ്റണം. അപ്പൊ അതെ അത് ഇങ്ങനെ ഒരു ഫോമിൽ കിട്ടും. ഇതിനെ നമ്മൾ ഇനി ചുടണം അല്ലെ? അടുപ്പിൽ വെച്ച് ചുടണം. വരും, അടുപ്പിൽ വെച്ച് തേങ്ങ ചുടാം. അപ്പൊ നമ്മൾ ഈ തേങ്ങ ചുടുന്നത്, ചെറിയ ഉള്ളി ചുടുന്നത്, ഇഞ്ചി ചുടുന്നത്, മുളക്, മല്ലി ഇതൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കുന്നത് കൊണ്ടാണ് ഈ ചമ്മന്തിക്ക് ഒരു സ്പെഷ്യൽ സ്മെല്ലും സ്പെഷ്യൽ ടേസ്റ്റും ഒക്കെ വരുന്നത്. നമ്മുടെ സാധാ ചമ്മന്തി ഇങ്ങനെയല്ലല്ലോ, ഇങ്ങനെ ചുട്ടൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ എക്സ്ട്രാ സാധനം ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് ഭയങ്കര അടിപൊളി ടേസ്റ്റ് വരുന്നത്. അപ്പൊ എന്താണ് ഈ കരിഞ്ഞ ഭാഗം കത്തി വെച്ച് ഇങ്ങനെ എടുത്ത് കളയാം. കരിഞ്ഞ ഭാഗം കത്തി വെച്ച് ചുരണ്ടുമ്പോ കറുപ്പങ്ങ് മാറിയിട്ട് അതിനെ കഴുകിയെടുക്കണം. എല്ലാ സാധനങ്ങളും കരിഞ്ഞ തൊലി കളയുമ്പോ വെന്തതുപോലെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ എടുത്ത് കളയാനാണെങ്കിൽ നമ്മൾ എന്തിനാണ് ചുടുന്നത്? ചുട്ടല്ലേ ചുട്ട ചമ്മന്തി എന്ന് പറയാൻ പറ്റുള്ളൂ. ചുട്ടരച്ച ചമ്മന്തി എന്നല്ലേ. അതല്ല, അപ്പൊ നമ്മൾ ഈ ചുടുമ്പോഴാണ് അതിന്റെ അകത്തെ വെള്ളം പോകുന്നതും വെന്ത് കിട്ടും ഈ സാധനങ്ങളെല്ലാം. ആദ്യം തേങ്ങയാണ് അരക്കേണ്ടത്, കാരണം അതാണ് വലിയ വലിയ പീസായിട്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തേങ്ങ അരയ്ക്കാം. അടുത്തതായിട്ട് ഉപ്പിടാം. നമ്മൾ കല്ലുപ്പാണ് ഇടുന്നത്. അതെന്താ പക്ഷെ കല്ലുപ്പിടാൻ കാര്യം? കല്ലുപ്പാണ് സാധാരണ അരയ്ക്കുന്നത്. Okay, ready. I'm so excited to taste it. എല്ലാം കറക്റ്റ് ഉണ്ടാ? പെർഫെക്റ്റ്. അപ്പൊ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. Okay. Thank you. വെൽക്കം.